ലിസീസ് വെൽനസ് സ്കൂളിൽ നമ്മൾ ഒരു ദിവസം രാവിലെ ആരംഭിക്കുന്നത് ഏകദേശം നമ്മളിന്ന് രാവിലെ ഒരു 4:45 ആയപ്പോഴത്തേക്ക് എല്ലാവരും എഴുന്നേറ്റു. കാരണം നമുക്ക് 5:15 നമ്മുടെ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യും. നമ്മുടെ മോർണിംഗ് എക്സസൈസും അതുപോലെ നമ്മുടെ കമ്മ്യൂണിറ്റിയുടെ പ്രോഗ്രാമെല്ലാം 5:15 സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ അതിനകത്തേക്ക് നമ്മൾ തയ്യാറാകുക എന്നുള്ളതാണ് ഒരു ദിവസം രാവിലെ ആരംഭിക്കുന്നത്. അപ്പം 4:45 ആയപ്പോഴത്തേക്ക് ഇന്ന് എഴുന്നേറ്റു. ലിസി നമ്മുടെ രാവിലത്തേക്ക് വേണ്ടിയിട്ടുള്ള ഫങ്ഷണൽ ഫുഡ് തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ജോലി തിരക്കിലാണ്. ഇവിടെ ഉണ്ട് ആൾ. ലിസി ഫങ്ഷൻ ഫുഡ് തയ്യാറാക്കുകയാണ്. എന്താണെന്നുള്ളത് ഞാൻ പറയാം. ഓക്കെ. ഇവിടെ നമ്മുടെ രാവിലത്തെ എക്സസൈസിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രിപ്പറേഷനുണ്ട്. ഡംബിൾസൊക്കെ റെഡിയാണ്. പിന്നെ ഞാന്മാർ എഴുന്നേറ്റ് വരുന്നതേ ഉള്ളൂ. അതാണ് നമ്മുടെ മോട്ടോസ് ഇറങ്ങി വരുന്നതേ ഉള്ളൂ എക്സസൈസിന് വേണ്ടിയിട്ട്. നമ്മുടെ മോട്ടോസ് വന്നു. ഇനി അപ്പയും പാവച്ചിയുണ്ട്, അതുപോലെ തന്നെ അനിയൻ കുട്ടനും ഉണ്ട് വരാനായിട്ട്. ജസ്റ്റ് നമ്മുടെ ഫങ്ഷണൽ വാട്ടർ ഇങ്ങനെ തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ്. ഫങ്ഷണൽ വാട്ടർ റെഡിയായി. ഇനി അടുത്തത് ഫങ്ഷണൽ വാട്ടർ റെഡിയായിക്കൊണ്ടിരിക്കുന്നു. ഇനി അടുത്തത് നമ്മുടെ വെളുത്തുള്ളി ചുട്ടെടുക്കുന്നു. നമ്മുടെ എത്തി നമ്മുടെ പുതിയ ട്രെയിനറും പാവച്ചെത്തി നമ്മുടെ ഇതിന് വേണ്ടിയിട്ട്. ചെറിയ ഉറക്കക്ഷീണത്തിൽ ഇങ്ങനെ ഇരിക്കുകയാണ് ആശാൻ. നമ്മുടെ അനിയൻകുട്ടനും എത്തി. അങ്ങനെ 5 പേരും നമ്മുടെ വെൽനസ് സ്കൂളിലെ മോർണിംഗ് വൈബ്സ് എന്ന് പറയുന്ന പ്രാണ വെൽനസ് അക്കാഡമിയുടെ മോർണിംഗ് വൈബ്സിൻ്റെ രാവിലത്തെ പ്രോഗ്രാമിന് വേണ്ടിയിട്ട് തയ്യാറാകാനുള്ള ഒരു ഇതിൽ നിൽക്കുകയാണ്. ചെറിയ ഉറക്കക്ഷീണം ഉണ്ടോ അവന്മാർക്ക്. എങ്കിലും രാവിലെകളിൽ വിളിക്കണമെന്നും പറഞ്ഞിട്ട് എൻ്റെ അടുത്ത് പറയുകയും, വിളിക്കുന്ന സമയത്ത് ചില ദിവസങ്ങളിൽ കിടന്ന് ഉറങ്ങിക്കളയും. എങ്കിലും ഒട്ടുമിക്ക ദിവസവും നമ്മളോടൊപ്പം എക്സസൈസിന് ഇതിനൊക്കെ അവർ വരും. കുറച്ച് കഴിയുമ്പോൾ എക്സസൈസൊക്കെ ചെയ്യുമ്പോൾ ഇതങ്ങ് മാറും. നമ്മുടെ ഫങ്ഷണൽ ഫുഡ് തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് അതിനകത്ത് വെളുത്തുള്ളി ചുട്ടതുണ്ട്. പിന്നെ നമ്മുടെ മോർണിംഗ് അതിരാവിലെ നമ്മൾ കുടിക്കുന്ന ഫങ്ഷണൽ വാട്ടറും. അനിയൻ കുട്ടി നമ്മുടെ ഈ ബദാം പരിപ്പിങ്ങനെ പൊളിച്ചുകൊണ്ടിരിക്കുകയാണ്. പാവച്ചിങ്ങനെ കൈയും കെട്ടിയൊക്കെ ഇരിക്കുകയാണ്. ഉറക്കത്തിൻ്റെ ക്ഷീണം മാറാത്തത് കൊണ്ടായിരിക്കാം. നമ്മുടെ ഫങ്ഷണൽ വാട്ടറും ഫങ്ഷണൽ ഫുഡും തയ്യാറായിട്ടുണ്ട്. നമുക്കിതിനകത്തുള്ളത് ഫങ്ഷണൽ വാട്ടറുണ്ട്, അതിനുശേഷം ബദാം പരിപ്പുണ്ട്, ചെറിയ വെളുത്തുള്ളി ചെറിയ പീസ് നമ്മൾ ചുട്ട് കഴിക്കുന്നുണ്ട്. അതിനുശേഷം ഒരു ഫ്രൂട്ട്സിന് വേണ്ടിയിട്ട്, ഒരു ചെറിയ മധുരത്തിന് വേണ്ടിയിട്ട്, ഗ്ലൂക്കോസ് ലെവലൊന്ന് കൂട്ടാനും ഒക്കെ വേണ്ടിയിട്ടായിട്ട് നമ്മൾ ഈന്തപ്പഴമോ സാധാരണ പഴമാണ് ഉപയോഗിക്കുന്നത്, ഏതെങ്കിലും ഒരു ഫ്രൂട്ട്, വാഴപ്പഴം ഒഴിച്ച് ബാക്കി ഏതെങ്കിലും. ഇത്രയാണ് രാവിലെ നമ്മൾ തയ്യാറാവുന്നത്. പിന്നീട് നമ്മളിത് കുടിച്ചതിന് ശേഷം, ഇതെല്ലാം ഫങ്ഷണൽ വാട്ടറും കുടിച്ച് ഫങ്ഷണൽ ഫുഡും കഴിച്ചതിന് ശേഷം നമ്മൾ എക്സസൈസിലേക്ക് അങ്ങ് പോവുകയാണ് ചെയ്യുന്നത്. നമ്മുടെ രാവിലത്തെ മോർണിംഗ് വൈബ്സിൻ്റെ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യണം. നമ്മൾ സൂം മീറ്റിങ്ങിലാണ് നമ്മുടെ പ്രോഗ്രാം നടക്കുന്നത്. അപ്പോൾ ഇതുപോലെ നമ്മുടെ സൂമിൽ പ്രസൻറ്റേഷൻ ഉണ്ടാവും. അത് നമ്മളെല്ലാവരും ചേർന്ന് ഇങ്ങനെ കണ്ടായിരിക്കും നമ്മുടെ എക്സസൈസും ഇതൊക്കെ ചെയ്യുന്നത്. അതിനകത്ത് പ്രോഗ്രാം ഇങ്ങനെ സൂമിൽ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ടാവും.
രാവിലത്തെ ഒരു പ്രെയർ കഴിഞ്ഞിട്ട്, പ്രേയിങ് എക്സസൈസ് കഴിഞ്ഞിട്ട് നമ്മൾ അടുത്തത് പ്രാണായാമമാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതാണ് സാർ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അത് നമ്മൾ ഓരോരുത്തരായിട്ട് ചെയ്യണം. കപാലപാതി എന്ന് പറയുന്ന എക്സസൈസ്. ഞാൻ വീഡിയോ എടുക്കുന്നുകൊണ്ടാണ് കേട്ടോ കയറാത്തത്, ഇല്ലെങ്കിൽ